നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര ചന്ത നവീകരണത്തിന്റെ ഭാഗമായി പുതിയ സംഘാടക സമിതി രൂപീകരിക്കുകയുണ്ടായി. സംഘാടക സമിതി ചെയർമാനായി എ ഷാജുവിനെയും കൺവീനറായി ഫൈസൽ ബഷീറിനെയും തെരഞ്ഞെടുത്തു. സംഘാടക സമിതിയുടെ ഉദ്ഘാടനം കൊട്ടാരക്കര നഗരസഭാ ചെയർമാൻ SR രമേശ് നിർവഹിക്കുകയും ചെയ്തു. എല്ലാവരെയും ഒറ്റവാക്കിൽ തന്നെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും കച്ചവടവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഈ കച്ചവടത്തിലൂടെ പോകേണ്ടതാണ്. അപ്പോൾ ഒറ്റവാക്കിൽ തന്നെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യം. അനുവദിച്ച ഫണ്ട് കിഫ്ബിയുടെയാണ്. കിഫ്ബി അടുത്ത കാലത്ത് ബോർഡ് യോഗം ചേർന്ന് ആരംഭിക്കാത്ത പ്രോജക്റ്റുകൾ, ഇതുപോലുള്ള മത്സ്യ മാർക്കറ്റ് അടക്കമുള്ള ആരംഭിക്കാത്ത എല്ലാ പ്രോജക്റ്റുകളും ക്യാൻസൽ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി നമ്മുടെ MLA ആയതുകൊണ്ട് അദ്ദേഹം അതിൻ്റെ കിഫ്ബിയുടെ വൈസ് ചെയർമാനുമായതുകൊണ്ട് കൊട്ടാരക്കര മാർക്കറ്റിനൊക്കെ പണി തുടങ്ങാത്തത് കൊണ്ട് ചവിട്ടി പിടിച്ചിരിക്കുകയാണ്. ആ ചവിട്ടിപ്പിടുത്തം മാറ്റിയ കൊട്ടാരക്കര മാർക്കറ്റിൻ്റെ പൈസ ലാപ്സാവും. ഈ അനുവദിച്ച 5 കോടിയും ഇല്ലാതാവുകയാണ്. അപ്പോൾ ഏതൊരു സാഹചര്യത്തിലും മാർക്കറ്റിൻ്റെ പണി ആരംഭിക്കാനുള്ളതാണ്. ആ മാർക്കറ്റിൻ്റെ പണി തുടങ്ങുന്നതിനാവശ്യമായി കഴിഞ്ഞ ഓണത്തിന് മുമ്പ് ചില ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. അന്നൊട്ടേറെ വാദമുണ്ടായി. ടെമ്പററി മാർക്കറ്റിൻ്റെ കാര്യത്തിൽ ദൂരെ പോകാൻ വേണ്ടി പാടില്ല, അടുത്ത് വേണമെന്ന് പറഞ്ഞു. ആദ്യം നമ്മൾ ആലോചിച്ചത് റെയിൽവേ സ്റ്റേഷനും മറ്റ് പല സ്ഥലങ്ങളും ആലോചിച്ചു. അന്ന് ഒരു കാരണവശാലും ദൂരെ പോകാൻ വേണ്ടി കഴിയില്ല എന്നുള്ള വാദം ഉയർന്നു വന്നപ്പോൾ മാർക്കറ്റിനടുത്ത് വേറെ കേരളത്തിൽ ഒരു മാർക്കറ്റ് ഒരു തദ്ദേശ സ്ഥാപനവും മുനിസിപ്പാലിറ്റിയും ചെയ്യാത്ത തരത്തിൽ വാടകയ്ക്ക് സ്ഥലമെടുത്തു. മാസവാടകയ്ക്ക് സ്ഥലമെടുത്ത് അവിടെ ടെമ്പററി ഷെഡ് കെട്ടി ഒക്കെയാണ് പൈസ അടച്ച വ്യാപാരികളെ സംരക്ഷിക്കാനുള്ളതാണ്. വേണമെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക് ആ വർഷം പൈസ അടപ്പിക്കാതിരിക്കാം, പൈസ അടപ്പിക്കാതെ വ്യാപാരികളെ നോക്കാതിരിക്കാം. എന്നാൽ മുനിസിപ്പാലിറ്റി കൗൺസിൽ ഏകാണ്ഡമായി എല്ലാ കക്ഷിക്കാരെയും ഏകാണ്ഡമായി തീരുമാനിച്ച് നിങ്ങളെ സംരക്ഷിക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് പൈസ അടപ്പിച്ചിട്ട് നിങ്ങൾക്ക് സ്വാഭാവികമായും ടെമ്പററി താൽക്കാലികമായുള്ള സംവിധാനം ഉണ്ടാകണം. ആ സംവിധാനം ഒരുക്കി. അന്നുണ്ടാക്കിയ സംവിധാനത്തിൽ കുറേ പോരായ്മ ഉണ്ടായിരുന്ന പോരായ്മയെല്ലാം മാറ്റി എല്ലാ പോരായ്മകളും പരിഹരിച്ച് നിലവിലുള്ള സംവിധാനം പോലെ പെർമനൻ്റ് സംവിധാനം പോലെ പുതിയ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി താൽക്കാലിക സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി കഴിയില്ല. എല്ലാവർക്കും അറിയാവുന്ന മാസം 60,000 58,000 രൂപ വാടകയാണ് മാസ തറവാടക. അവിടെ കോൺക്രീറ്റ് ചെയ്തു. ആ ഷെഡിന് വാടക മാസം 55,000 രൂപ വാടകയാണ്. ടെൻഡർ ചെയ്ത് ചെയ്യുന്നതല്ല, ഒരാളെ വിളിച്ചു കൊടുത്തതല്ല. പത്രപരസ്യം കൊടുത്ത് ടെൻഡർ ചെയ്ത് ആളുകൾ ചെയ്ത പണിയാണിതൊക്കെ. അപ്പോൾ ഇത്രയേറെ രൂപ ചിലവഴിച്ചാൽ ടെമ്പററി മാർക്കറ്റ് സംവിധാനം കൊണ്ട് കേരളത്തിൽ വരെ ഒന്നും ചെയ്തിട്ടില്ല. കൊട്ടാരക്കരയിലെ വ്യാപാരം ഒരു കാരണവശാലും വഴിയാറാൻ വേണ്ടി പാടില്ല എന്ന ഉറച്ച തീരുമാനം ഞങ്ങൾ മുനിസിപ്പൽ കൗൺസിലും ഞങ്ങൾ എല്ലാവരും എടുത്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് മാർക്കറ്റ് കൊണ്ട് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചത്. അഭിപ്രായങ്ങളും പറയാം, അത് തർക്കമാർക്കുമില്ല. പക്ഷേ ഈ മാർക്കറ്റ് നിങ്ങളുടേതാണ്. ഈ മാർക്കറ്റ് കൊട്ടാരക്കരയിലെ പ്രധാനമായിട്ടും മുനിസിപ്പാലിറ്റിയുടെ ഉടമസ്ഥതയാണെങ്കിലും മാർക്കറ്റ് നിങ്ങളുടേതാണ്. നല്ല മാർക്കറ്റ് ഉണ്ടാവും നിങ്ങളുടെ ആവശ്യമാണ്. ഈ പൊളിഞ്ഞ മാർക്കറ്റ്, ശോചനീയ മാർക്കറ്റ് മാറ്റി ഏറ്റവും നല്ല ആധുനിക മാർക്കറ്റ് വരുന്നത് നിങ്ങളുടെ ആവശ്യമാണ്. നിങ്ങളുടെ മാർക്കറ്റ് ഏറ്റവും ഭംഗിയായി വരുന്നത് നിങ്ങളുടെ ആവശ്യമാണെന്ന് കണ്ടുകൊണ്ടുള്ള സമയം നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മാർക്കറ്റ് മാറ്റാൻ തീരുമാനിക്കുകയും ആവശ്യം വേണ്ട സൗകര്യം, അവിടെ സൗകര്യം ഈ പറഞ്ഞ പോലെ സ്ഥലത്തിൻ്റെ ലഭ്യത കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടി സ്ഥലം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. സഹകരിക്കുന്നവർ എല്ലാ കൊടുക്കും. ഈ മാർക്കറ്റിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നവർ എല്ലാ ആനുകൂല്യവും മുനിസിപ്പാലിറ്റി കൊടുക്കും. സഹകരിക്കാത്തവർ മാർക്കറ്റിൽ കയറുന്ന പ്രശ്നമില്ല, പൈസ പിന്നെ അടപ്പിക്കുന്ന പ്രശ്നമില്ല. ഇതൊരു വികസന പ്രശ്നമാണ്, ആരുടെയും പിടിവാശിയൊന്നുമല്ല. ഒരു മാർക്കറ്റ് പണിഞ്ഞേ കഴിയൂ, അല്ലെങ്കിൽ പൈസ ലാപ്സാവും. 6 മാസക്കാല കാലാവധി പറഞ്ഞിരിക്കുന്നത്. 6 മാസം അല്ലെങ്കിൽ 1 മാസം അല്ലെങ്കിൽ 7 മാസം ആവട്ടെ, 6 മാസം കൊണ്ട് പണി പൂർത്തീകരിച്ചു. ഇതേ എമൗണ്ടാണ്. അപ്പോൾ 6 മാസക്കാലം കൊണ്ട് അല്പം ബുദ്ധിമുട്ട് സഹിക്കണം. നമുക്കൊരു വീടുണ്ട്, ആ വീട് പൊളിച്ചു, ഒരു പുതിയ വീട് വെക്കുന്നു, തക്കാലം കുടിലായിട്ട് മാറത്തില്ലേ നമ്മൾ, അതുപോലെ കണ്ടാൽ മതി. അതുപോലെ കണ്ടുകൊണ്ട് നിങ്ങളുടെ എല്ലാം ആവശ്യമനുസരിച്ചാണ് അങ്ങനെ ഒരു മാർക്കറ്റ് എടുക്കുന്നത്, പണി ആരംഭിക്കുന്നത്. ഒരു പ്രാവശ്യം മാർക്കറ്റ് പണി കോൺട്രാക്ട് വന്ന് മുറിയെടുത്ത് പണി ആരംഭിച്ചതാണ്, അഴിച്ചിട്ട് പോയതാണ്, വീണ്ടും വരാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. ഇനിയൊരു ഉടക്ക് വന്നാൽ മാർക്കറ്റ് പണി നടക്കത്തേയില്ല. സ്വപ്നം നടക്കുമായിരിക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റ് പണിയണമെന്നുള്ളത് നമ്മളെല്ലാം കൂടി വാശിയാണ്.
കൊട്ടാരക്കരയിൽ മാർക്കറ്റ് സംബന്ധിച്ച് ഉണ്ടാകണം എന്ന വാശി നമുക്കെല്ലാവർക്കും ഉള്ളതാണ്. അതുകൊണ്ട് മാർക്കറ്റ് പണിഞ്ഞേ തീരൂ. അതിനാവശ്യമായി 25-ാം തീയതി 25-ാം തീയതി വൈകിട്ട് 4 മണിക്ക് ഇവിടെ നിർമ്മാണം തറക്കല്ലിടാൻ വേണ്ടി പോകാൻ മന്ത്രി വരും. എല്ലാവരും സഹകരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയണം. കാര്യം തർക്കമുണ്ടാകാൻ വേണ്ടി പാടില്ല. അഭിപ്രായങ്ങളുണ്ടാകാം, പോരായ്മ ഉണ്ടാകാം, പരിമിതി ഉണ്ടാകാം. അതെല്ലാം അപ്പോൾ പരിഹരിക്കും. എന്തെല്ലാം പോരായ്മയുണ്ടോ, എന്തെല്ലാം പരാതികളുണ്ടോ അതൊക്കെ അപ്പോൾ പരിഹരിച്ച് ആ മുനിസിപ്പാലിറ്റിക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായവും ചെയ്യുന്നതിൽ യാതൊരു തർക്കവുമില്ല. സഹകരിക്കുന്നവർക്ക് എല്ലാ സഹായങ്ങളും ചെയ്യും. സഹകരിക്കാത്തവരെ ഒരു കാരണവശാലും അടുപ്പിക്കുന്ന ദിവസമില്ല. അതുകൊണ്ട് മാർക്കറ്റ് പണി ആരംഭിച്ചേ കഴിയത്തുള്ളൂ. ആരംഭിക്കാൻ വേണ്ടി എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. അതിനാവശ്യമായ ഒരു സംഘാടക സമിതി രൂപീകരിക്കുകയാണ് ഇപ്പോൾ ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. ആ സംഘാടക സമിതി കൂടി രൂപീകരിച്ച് നമുക്ക് അവസാനം ബാക്കി ഓരോരുത്തരും സംസാരിക്കട്ടെ. മാർക്കറ്റിലെ തൊഴിലാളി സുഹൃത്തുക്കൾ, മറ്റ് ബഹുമാനിയരെ, നമ്മുടെ കൊട്ടാരക്കര വളരെ മോശപ്പെട്ട കൊട്ടാരക്കര മാർക്കറ്റിനൊരു പുനരുജ്ജീവൻ നൽകുവാനുള്ള ഭഗീരഥമായ പ്രവർത്തനമാണ് നഗരസഭ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. എത്രയോ വർഷത്തിന് മുമ്പ് ഇതിന് പണം അനുവദിച്ചതാണ്. നിങ്ങളെ നല്ല രീതിയിൽ ഇവിടെ ഇരുത്തുവാനും നിങ്ങൾക്ക് ബിസിനസ് നടത്തുവാനും പുറം നാടുകളിൽ നിന്ന് പുറത്തെ ഏരിയയിൽ നിന്നുള്ള ആൾക്കാർക്ക് ഇവിടെ വന്ന് മാർക്കറ്റിൽ വന്ന് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകുവാനും അല്ലെങ്കിൽ മീൻ വാങ്ങിച്ചുകൊണ്ട് പോകുവാനുമുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഒരു മനുഷ്യരെ പോലും നമ്മൾ വഴിയാധാരമാക്കില്ല. നിങ്ങളെല്ലാം ഇതുകൊണ്ട് ജീവിക്കുന്നവരാണ്, നമുക്കെല്ലാവർക്കും അറിയാം. പണ്ട് കാലങ്ങളിലേ നമുക്ക് കാണുന്നവരാണ് നമ്മളെല്ലാവരും. നിങ്ങളെല്ലാം ഇതുകൊണ്ട് ഈ മാർക്കറ്റ് കൊണ്ട് ജീവിച്ച് കുടുംബം പൊട്ടുന്നവരാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് വേണ്ടി കുറച്ചുകൂടെ സൗകര്യങ്ങൾ ഒരുക്കി തരുവാൻ ഉള്ള പ്രവർത്തനമാണ് മുനിസിപ്പാലിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് മറ്റ് സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചൊക്കെ ബഹുമാനപ്പെട്ട ചെയർമാൻ അവിടെ സവിസ്തരം പ്രതിപാദിച്ചു. എങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാം കൂടെ ഒത്തൊരുമിച്ച് ചെയ്യുന്നതുകൊണ്ട് ഈ മാർക്കറ്റ് നല്ല രീതിയിൽ പണിയെടുപ്പിക്കുവാനുള്ള സഹായ സഹകരണങ്ങളാണ് നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടത്. ഇത് ആദ്യൊരു പിടിവാശിയില്ല. നിങ്ങളാരും നമ്മുടെ ശത്രുക്കളല്ല, നിങ്ങളുടെ ശത്രുക്കൾ ഞങ്ങളുമല്ല. നമ്മളെല്ലാം മിത്രങ്ങളാണ്. നമ്മളൊരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സൗകര്യം ഒരുക്കുവാൻ മുനിസിപ്പാലിറ്റി തീരുമാനിച്ചിരിക്കുന്നു. അതിനൊരു ഫണ്ട് 5 കോടി 10 ലക്ഷം രൂപ നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ ലോണായിരുന്നു. നമുക്കെല്ലാം നമ്മുടെ മക്കളുടെ കാലത്ത് പോലും ആ ലോൺ അടച്ചു തീർക്കാൻ കഴിയില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ ഫണ്ട് ഫ്രീ ആയിട്ട് നമ്മുടെ നഗരസഭയ്ക്ക് ഫ്രീ ആയിട്ട് തന്നെ തിരിച്ചടയ്ക്കേണ്ടാത്ത പൈസ നമുക്കിപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. അത് പൂർത്തീകരിക്കുവാനുള്ള പ്രവർത്തനമാണ് നമ്മുടെ ആവശ്യം. അതിന് മറ്റു കാര്യങ്ങളൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാം, നമുക്കെല്ലാവരും ആദ്യം ബുദ്ധിമുട്ട് തോന്നും. നേരത്തെ മാർക്കറ്റ് പുതുക്കി പഠിച്ച സമയത്ത് നമുക്ക് തോന്നിയതാണ് ബുദ്ധിമുട്ട്. അതൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഞങ്ങളെല്ലാം. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ, പണി കഴിഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ ഇവിടെ കച്ചവടം നടത്തുവാനുള്ള സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതിന് അനുയോജ്യമായ ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കണം. കൊട്ടാരക്കര നഗരമധ്യത്തിൽ നിൽക്കുന്ന ഈ മാർക്കറ്റ് നമുക്ക് നവീകരിക്കേണ്ടത് ആവശ്യം ഇവിടെ ചെയർമാൻ തന്നെ സൂചിപ്പിച്ചു. നമ്മുടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും ഒരു ആവശ്യമായ ഒരു സംഗതിയാണ് നമ്മുടെ കൊട്ടാരക്കര മാർക്കറ്റ് എന്നുള്ളത്. അതിനെല്ലാവരും, നമ്മുടെ ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാവരും ഇത് നല്ല രീതിയിലൊരു മാർക്കറ്റ് ഉണ്ടാക്കി ഇപ്പോൾ എല്ലാം ഹൈടെക്കാണ്. ഇപ്പോൾ നമ്മളിപ്പം പഴയ ഒരു പലചരക്കടയിൽ പോകത്തില്ല, ഇപ്പോൾ എല്ലാവരും മാർജിൻ ഫ്രീയിലാണ് പോകുന്നത്. അതുപോലെ നല്ല രീതിയിലൊരു ചന്ത വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ നാട്ടുകാരെല്ലാം നമ്മുടെ ഈ ചന്തയിലേക്ക് കയറും. ഇപ്പം പുതിയ ഓരോ സൂപ്പർ മാർക്കറ്റിലും ഫിഷും കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്നാൽ മിക്കവാറുള്ളവർ അവിടെയാണ് പോകുന്നത്. നല്ലൊരു ഹൈടെക്കായിട്ടൊരു മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ വരും. ആ രീതിയിൽ നമ്മൾ ചിന്തിച്ച് നല്ലൊരു മാർക്കറ്റ് ഉണ്ടാക്കാനുള്ള അവസരം നമ്മുടെ ഈ പ്രിയപ്പെട്ട വ്യാപാരി സുഹൃത്തുക്കളെല്ലാവരും ഉണ്ടാക്കി കൊടുക്കണമെന്ന് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഈ നമ്മുടെ കൊട്ടാരക്കര നാടിൻ്റെ വികസനത്തിനായി, കൊട്ടാരക്കര മാർക്കറ്റിൻ്റെ വികസനത്തിനായി അണിയണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പൈസയേക്കാൾ കൂടുതൽ മുതൽ മുടക്കി ആണ് ഈ തരത്തിലുള്ള താൽക്കാലിക മാർക്കറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. സ്വകാര്യ വ്യക്തികളായിട്ട് അയാൾ പറയുന്ന വാടക കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ഈ തൊട്ടടുത്ത മാർക്കറ്റിൻ്റെ സമീപ പ്രദേശം ഇത്ര ഒരു ഭൂമി നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ നിങ്ങൾ സഹകരിച്ചേ മതിയാവും. അതിനകത്ത് വേറൊരു മുഷ്ടിയോ ഒന്നും തന്നെ ഇല്ല. പരസ്പര സഹകരണത്തോടുകൂടി എത്രയും പെട്ടെന്ന് പണി പൂർത്തി, ആ ആശങ്ക നിങ്ങൾ പലരും പങ്കുവെച്ചത് ശരിയാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം തീരദേശ ആ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതാണ്ട് 6 മാസ കാലയളവിനുള്ളിൽ ഇത് പൂർത്തിയാക്കി തരുമെന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. അല്ലാതെ പലരും പണ്ട് ആശങ്കപ്പെട്ട പോലെ കഴിഞ്ഞ കാലങ്ങൾ വർഷങ്ങൾ പൊളിച്ചിട്ട് പിന്നെ ഇവിടെ കിടന്ന് നശിച്ച് രീതിയിലാവാതെ പെട്ടെന്ന് തന്നെ പണി പൂർത്തിയാക്കി. ഇത് കുളക്കടയിലും നെടുമങ്കാവിലും എടുത്ത അതേ കോൺട്രാക്ട് തന്നെയാണ് ഈ പ്രവൃത്തി ഏറ്റെടുത്തിരിക്കുന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അടിയന്തരമായി തന്നെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ പൂർത്തിയാക്കി നിങ്ങൾക്ക് തന്നെ, ഒരു പക്ഷേ നിങ്ങൾ ഇരിക്കുന്നവർക്ക് തന്നെ ആ മാർക്കറ്റിൽ നിങ്ങൾ വീണ്ടും വ്യാപാരം നടത്താനുള്ള സാഹചര്യമാണ് ഞങ്ങൾ ഒരുക്കുന്നത്. ഇല്ലാതെ നമ്മൾ പരസ്പരം നോക്കിയാൽ പത്തനാപുരം മാർക്കറ്റ് വരെ പലരും സംഭവിച്ച കഥകൾ നിങ്ങൾക്കറിയാം. പണിഞ്ഞു കഴിഞ്ഞപ്പോൾ ലേലം ചെയ്യുകയും വേറെ പലരും വന്നു കയറി. അപ്പോൾ സ്വാഭാവികമായിട്ടും പരമ്പരാഗതമായി വർഷങ്ങൾ നീണ്ട ഒരുപക്ഷെ കുടുംബപരമായി ഈ
ഈ പറഞ്ഞ മാർക്കറ്റ് കൈകാര്യം ചെയ്ത ഒട്ടനവധി കുടുംബാംഗങ്ങൾ നമ്മുടെ ഇപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട്. ഒരുപക്ഷെ 2008 ഞാൻ മനസ്സിലാക്കിയെടുത്തോളം താഴേക്ക് മാറ്റം ഇതിനേക്കാൾ വലിയ പ്രതിഷേധമായി. നമ്മൾക്ക് അന്ന് ഞാൻ ഭരണസമിതി അംഗമായിരുന്നു. സ്വാഭാവികമായിട്ടും പരസ്പര ധാരണയോടെ നമ്മൾ ചെയ്തു ഏറെക്കാലം മുതൽ. ഒരുപക്ഷെ ഈ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ഒരു കുത്തകയായിരുന്നത് ഇന്ന് പല മറ്റു മേഖലകളിലും മാർക്കറ്റുകൾ ഫോം ചെയ്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു മാർക്കറ്റുകൾ സമാനമായ രീതിയിലുള്ള നല്ല ഹൈടെക് മാർക്കറ്റ് ആയില്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ വ്യാപാരത്തെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് കണക്കൂട്ടിയാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ മുന്നോട്ട് നീങ്ങുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത്തരം പ്രവൃത്തികൾ പൂർണ്ണാർത്ഥത്തിൽ സഹകരിക്കും എന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. 1-2 പേരുടെ ഭാഗത്ത് ചില തെറ്റിദ്ധാരണകൾ പലരുടെയും പ്രേരണ കൊണ്ട് അതിലൊരു കാര്യം മനസ്സിലാക്കണം. വ്യാപാരം നടത്തുന്നവരുണ്ട്, നടത്താത്തവരുണ്ട്. വ്യാപാരം നടത്തുന്നവരാണ് ഇതിനകത്ത് പങ്കാളികളാവേണ്ടത്, അല്ലാത്തവരെ നമുക്ക് വിഷയമല്ല. സ്വാഭാവികമായിട്ടും അതിനുബന്ധമായി കൊട്ടാരക്കര പട്ടണത്തിന് തന്നെ ഒരു ചന്തമുക്കിന് തന്നെ ഒരു പുതിയ മാറ്റം ഈ മാർക്കറ്റിൻ്റെ പണിയോട് ഉണ്ടാവും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ജനങ്ങളെ കൂടുതൽ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ വ്യാപാരം പുഷ്ടിപ്പെടുത്താൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം എന്ന് മാത്രം അഭ്യർത്ഥി വാക്കുകൾ സാധിക്കും. കൊട്ടാരക്കര പട്ടണം പഴയ പട്ടണമല്ല. കൊട്ടാരക്കര കമ്പോളം നേരത്തെ ഇടുങ്ങിയ കമ്പോളമായിരുന്നുവെങ്കിൽ ഇന്നത് വിപുലീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊട്ടാരക്കര പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മാർക്കറ്റിൻ്റെ ശോച്യാവസ്ഥ പരിഹാരം കാണാൻ തീർച്ചയായും അനിവാര്യതയാണ്, അത് ആവശ്യമാണ്. ആ ആവശ്യം അതിൻ്റെ സഫലീകരണത്തിനായി, അതിൻ്റെ പൂർത്തീകരണത്തിനായി സഹകരിക്കേണ്ടത് ഈ മാർക്കറ്റുമായി ബന്ധപ്പെട്ട വ്യാപാരികളാണ്. നേരത്തെ ഇവിടെ പിലിപ്പച്ചാൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, അല്ല നമ്മുടെ ഉണ്ണികൃഷ്ണൻ വക്കീൽ അത് സൂചിപ്പിച്ചതുപോലെ പരമ്പരാഗതമായി നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട് ഈ ടൗണിൽ. തീർച്ചയായും മാർക്കറ്റിൻ്റെ വിപുലീകരണം നമ്മുടെ കച്ചവടത്തിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുക. ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ നമുക്കറിയാം. അതുകൊണ്ട് ഈ സമയബന്ധിതമായി മാർക്കറ്റ് പൂർത്തീകരിച്ച്, മാർക്കറ്റിൻ്റെ പണി പൂർത്തീകരിച്ച് ഈ മാർക്കറ്റ് വളരെ മുന്നോട്ട് പോകുന്നതിന് സഹായകരമായ സമീപനം ഒരു കാരണവശാലും അതിനെതിരായി നിൽക്കാതെ ഈ മാർക്കറ്റിൻ്റെ പൂർത്തീകരിക്കാൻ ആവശ്യമായിട്ടുള്ളൊരു സംവിധാനം, അതിനാവശ്യമായിട്ടുള്ളൊരു മാനസികാവസ്ഥ പ്രിയപ്പെട്ട നമ്മുടെ മുഴുവൻ ആളുകളിൽ നിന്നുണ്ടാകണം എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. പൂർത്തിയാവുന്നതിന് വേണ്ടിയും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുമുള്ള വിവിധമായ പദ്ധതികളുമൊക്കെയായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി. ഈ നമ്മുടെ പഴയ മാർക്കറ്റിന് തീപിടുത്തം ഉണ്ടായപ്പോൾ ഇവിടെ വ്യാപാരം ചെയ്തുകൊണ്ടിരുന്ന ചെറുകിട വ്യാപാരികളെ സഹായിക്കാൻ വേണ്ടി അന്ന് ഈ ചെറുതും വലുതുമായ തുകകൾ നൽകി 1 ലക്ഷം രൂപ ഈ മാർക്കറ്റിലെ ചെറുതും വലുതുമായ വ്യാപാരികൾക്ക് സംഘടനയുടെ ഫണ്ടിൽ നിന്ന് നൽകുകയുണ്ടായി. അത് വാങ്ങിയിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ വ്യാപാരികളുടെ ഏത് വിഷയങ്ങളും അവർക്ക് അനുകൂലമായി ഉണ്ടാവേണ്ട കാര്യങ്ങളിൽ സംഘടന ഇടപെടുകയും അവരുടെ ഈ നല്ല രീതിയിലുള്ള വ്യാപാരം ചെയ്ത് മുന്നോട്ട് പോകാനും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമൊക്കെ ആവശ്യമായ കാര്യങ്ങളിൽ സംഘടനയുടെ ശ്രദ്ധയും താല്പര്യവും ഉണ്ടാവും. ഇവിടെ മാർക്കറ്റിലെ വികസനം അത്യാവശ്യമാണ്. പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന മാർക്കറ്റും ഇന്നത്തെ മാർക്കറ്റും തമ്മിലൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ വളരെ മോശമായൊരു അന്തരീക്ഷത്തിലാണ് ഇന്ന് കൊട്ടാരക്കര മാർക്കറ്റ് നടക്കുന്നത്. അത് മാറണം. കൊട്ടാരക്കരയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെയുള്ള സാഹചര്യം ഉണ്ടാവണമെങ്കിൽ ഈ ചന്തയുടെ വികസനം സാധ്യമാവണം. അതിന് എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് സംഘടനയ്ക്ക് വേണ്ടി എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. നിങ്ങൾ ആകത്തൊക്കെ സംസാരിച്ചാലൊരു ധ്വനിയിനകത്ത് വരുന്നത് ഇവിടുത്തെ കച്ചവടക്കാർ അല്ലെങ്കിൽ വികസനത്തിന് നിൽക്കുന്നു എന്നൊരു ധ്വനിയാണ് എല്ലാ സംസാരത്തിലും നമ്മൾ കാണുന്നത്. അങ്ങനെയൊന്നുമില്ല. നമ്മൾ താൽക്കാലികമായ ഷെഡിനകത്ത് ചില പരിമിതികളുണ്ട്, അതൊന്ന് പരിഹരിച്ചിട്ടുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മുടെ ആവശ്യമുള്ളൂ. പിന്നെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായേക്കാം. പിന്നെ അവർക്ക് ഇരിക്കാനുള്ള സൗകര്യം. അപ്പോൾ നമ്മൾ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ആലോചിക്കണം. മത്സ്യം, ഉണക്ക മത്സ്യം, പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ, പിന്നെ തുണി, ഇതെല്ലാം കൂടെ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ടുണ്ടാവണം. നിങ്ങൾ മനസ്സിലാക്കണം. അത്രയ്ക്കേ ഉള്ളൂ. ചെറിയ ചെറിയ പരിഭവങ്ങളെ നമ്മുടെ ഈ വ്യാപാരികൾക്കുള്ളൂ. ഇപ്പോൾ ഈ കൊട്ടാരക്കര മാർക്കറ്റ് വളരെ വിപുലമായി ചെയ്യണമെന്നും ഇത് ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്കറിയാം. ഞാൻ കാര്യം 20 വർഷം കൊണ്ട് ഈ മാർക്കറ്റ് കൊണ്ട് ജീവിക്കുന്നവനാണ്. സഖാവ് ഷംസുദ്ദീൻ പ്രസിഡൻ്റ് ആയിരിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഈ മാർക്കറ്റ് പണിയാൻ വേണ്ടി പൊളിക്കുന്നത്. അതിനുശേഷം പിന്നെ ഹരിമസ് അണ്ണൻ വന്നു, അല്ല പിന്നെ ചിറ്റകുമാർ വന്നു, അതിന് ബാക്കി അല്ലേ ചിറ്റകുമാർ വന്നു, ശേഷം ഹരിയണ്ണം വന്നപ്പോൾ ഈ മാർക്കറ്റ് റെഡിയാക്കാൻ വേണ്ടി രാത്രി മൊത്തം ഉറക്കമൊഴിഞ്ഞിരുന്ന് ഇവിടെ അതിന് ഇതിനെതിരെ കാവൽ ചെയ്യുന്ന കച്ചവട വ്യാപാരികളാണ് ഇവർ. ഇതിൻ്റെ ഈ ഇരിക്കുന്ന ഈ ഫില്ലറിൻ്റെ ഓരോ ഫില്ലറിൻ്റെ തുള്ളിൽ ഈ ഇരിക്കുന്ന വ്യാപാരികളുടെ കാത്തിരിപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. വ്യാപാരികളുടെ വികാരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ചെറിയ കാര്യം.
അവർക്കൂടെ ഇരിക്കാനുള്ള അടിസ്ഥാനമായ സൗകര്യം, കുറച്ചുകൂടി സ്ഥല സൗകര്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതല്ല സ്വന്തമായിട്ട് പിന്നെ ഷെയർ ഇതുപോലെ തട്ടുവല്ലോ അടിച്ചു വയ്ക്കാൻ പറ്റുമെന്നെങ്കിൽ നമുക്ക് ഇവിടെ കോംപ്ലക്സിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും കുറച്ച് പേർക്ക് അവിടെ ഇരിക്കാൻ പറ്റുമെങ്കിൽ അവിടെ ഇരിക്കാം. കാരണം എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുമ്പോൾ വിപുലമായി കിടക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഒരാൾ ഒരു റൂമിലേക്ക് മാറ്റുമ്പോൾ, എല്ലാവരും കൂടെ ഒരു റൂമിലേക്ക് മാറ്റുമ്പോൾ ഒരു അവസ്ഥ എല്ലാവർക്കും മനസ്സിലാവും തോന്നുന്നു. ഇപ്പോൾ ഉപ്പിൻ്റെ ഈ മത്സ്യത്തിൻ്റെ ഗന്ധം അടിച്ചാൽ അല്ലെങ്കിൽ അതിൻ്റെ ഉപ്പടിച്ചാൽ പാത്രം തുരുമ്പെടുത്ത് പോകും. അതുകൊണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കുക, അത്ര പര്യാപ്തമല്ല. നമ്മൾ ഈ താൽക്കാലികമായ ഷെഡ് പര്യാപ്തമല്ല, ഒരിക്കലും പര്യാപ്തമല്ല. അവിടെ 1/2 മീറ്റർ 1 മീറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ട് ഇല്ലേ ഏതൊക്കെ ഇത് കണ്ടാൽ അത് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. 1/2 മീറ്റർ സ്ഥലം കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നിന്നാൽ എങ്ങനെയാണ് ബിസിനസ് ചെയ്യുന്നത്? ഇത്രയും പേർക്ക് എന്തായാലും ഒരു വർഷം ജീവിക്കണ്ടേ? ഒരു വർഷക്കാലം ഇവരെ വീട്ടിൽ അന്നം മേടിക്കണ്ടേ? വേറൊരു മാർഗ്ഗം അറിയത്തില്ല, തൊഴിലെടുക്കാൻ പറ്റത്തില്ല, എന്നെ കൊണ്ടുവരത്തില്ല. 20 വർഷം കൊണ്ട് ഈ മാർക്കറ്റ് ജീവിക്കുന്നതിനാ രമേശാണ് അറിയാം. ഞാൻ തുണി കച്ചവടം അവിടെ ചെട്ടി ബ്രേസ് ഇട്ടിരിക്കുന്നത്. ഇപ്പം അവിടുന്ന് അത് കച്ചവടം മോശമായിട്ട് അവരുടെ അനുഭവത്തോടെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് മീൻ ഇട്ടിരിക്കുന്നത് 400 ശമ്പളത്തിന് ജോലി ചെയ്യുന്നവരാണ് ഞാൻ. അതൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇത്രയും കച്ചവടക്കാർ ജീവിക്കണം, ഒരു വർഷം അവർക്ക് ജീവിക്കണം. അപ്പോൾ അതിനുള്ള ആ സ്ഥലം പര്യാപ്തമല്ല എന്നെനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഇത്രയും സ്ഥലം വീതമാണ് ഇടയ്ക്ക് വഴിയുള്ളത്. ഇതിനകത്ത് ഞങ്ങൾ ഒരു പാത്രക്കടയിലോ അല്ലെങ്കിൽ ഒരു തുണിക്കടയിലോ മറ്റു കടയിലോ ഉള്ള സാധനങ്ങൾ കൊണ്ടുവയ്ക്കാൻ പറ്റത്തില്ല. അത് മാത്രമല്ല അവിടെ വെച്ചിട്ട് പോകാനൊക്കത്തില്ല. ഇതെല്ലാം നിങ്ങളത് കാണണം. ഞങ്ങൾ മാറാനൊന്നും ഞങ്ങൾക്ക് തടസ്സമൊന്നുമില്ല. പണ്ട് ഞങ്ങൾ മുനിസിപ്പാലിറ്റി അല്ല പഞ്ചായത്തായിരുന്നു, അന്ന് പറഞ്ഞല്ല ഞങ്ങൾ കേട്ടിട്ടേ ഉള്ളൂ. എല്ലാവർക്കും അറിയാം. ഞാൻ 38 വർഷമായി ഇതിനകത്ത് കച്ചവടം തുടങ്ങി. അന്ന് പറഞ്ഞപ്പോഴെല്ലാം ഞങ്ങൾ മാറ്റി കൊടുത്ത് അവർ പറഞ്ഞിടത്തൊക്കെ ഞങ്ങൾ പോയിരിക്കുകയും ചെയ്തു. ഞങ്ങൾ ഒന്നും തടസ്സം നിന്നിട്ടില്ല. ഇപ്പോൾ 1 മീറ്റർ സ്ഥലം തന്നിട്ട് അതിനകത്ത് നിങ്ങൾ കച്ചവടം ചെയ്യണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ലക്ഷക്കണക്കിന് സാധനമുണ്ട്, എല്ലാം കടവാണ്, എല്ലാം ബാങ്ക് ലോണും ഒക്കെ എടുത്ത് കൊണ്ടുവച്ചേക്കുന്നതാണ്. ഇതെല്ലാം ഞങ്ങൾ എവിടെ കൊണ്ടുവയ്ക്കാനാണ്? വീട്ടിൽ പോലും സ്ഥലമില്ല ഇത് കൊണ്ടുവയ്ക്കാൻ. ഞങ്ങൾ ആ സാധനം കൊണ്ടുവയ്ക്കാനുള്ള സ്ഥലം തരണം. അല്ലാതെ ഞങ്ങൾ 1 മീറ്റർ സ്ഥലം തന്നിട്ട് അവിടെ പോയി ഒരു മേശ ഇട്ടിരിക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. അവിടെ ഞങ്ങളുടെ കച്ചവടത്തിന് പറ്റത്തില്ല. മീനും പച്ചക്കറിയൊക്കെ ഓക്കെ, നിങ്ങൾ പറയുന്ന പോലെ ചെയ്യാം. പക്ഷേ ഈ തുണിയോ പാത്രമോ ഒന്നും അവിടെ കൊണ്ടുവച്ച് വിൽക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ വെച്ചിട്ടും പാനൊക്കത്തില്ല. ഞങ്ങൾ പിന്നെ നിർത്തിയിട്ട് പാനേ ഒക്കത്തുള്ളൂ. ഈ ഒരു ആവശ്യമാണ് ഞങ്ങൾ അന്നും മുതൽ പറയുന്നത്. ഇത് കേൾക്കാൻ ആരും തയ്യാറാവുന്നില്ല. ഈ 1 മീറ്റർ സ്ഥലം കൊണ്ടുവച്ചിട്ട് നിങ്ങൾ ഞങ്ങൾ മാറിയേനെ. നിങ്ങൾ കഴിഞ്ഞ വർഷം പറഞ്ഞപ്പോഴേ മാറിയേനെ. നിങ്ങൾ ഇതുപോലെ ഞങ്ങൾക്ക് സൗകര്യം ചെയ്ത് തന്നിരുന്നെങ്കിൽ ഞങ്ങൾ അന്നേ മാറിയേനെ. ഞങ്ങളൊന്നിനും തടസ്സമൊന്നുമല്ല. അതാണ് നിങ്ങൾ അംഗീകരിക്കേണ്ടത്. അന്നന്ന് കൊണ്ടുപോയി ജീവിക്കുന്നവരാ. അപ്പം 10-15 ലക്ഷം രൂപ അഡ്വാൻസും അതിനുള്ള വാടകയും കൂട്ടരുത്. ഇതേപോലെ പോകണം. വെടിപ്പ് ഉള്ള എല്ലാം കഷ്ടപ്പാടാണ്. പണയം വെച്ചാൽ ഓരോരുത്തർ കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുന്നോട്ട് പോകണം. ഓണം വരെ ടൈം എന്ന് പറഞ്ഞാൽ മൊത്തം അതല്ല മൊത്തം കടക്കാരെ പരിഹാരം അപേക്ഷിക്കുക. നിങ്ങളെക്കൊണ്ട് ചെയ്യാവുന്ന ചെയ്യുന്നത് അതിനടുത്ത് സ്ഥലം എടുത്ത് നിലവിലേക്കുള്ള കച്ചവടക്കാർ മാത്രം കൊടുക്കില്ല. വളരെ കൂടുതൽ കട ഒഴിഞ്ഞു കിടക്കുക. അവർക്ക് കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. നിലവിലേക്കുന്നതിന് മാത്രം അന്നേരം കുറേ സ്ഥലം കിട്ടും. ആ സ്ഥലം ഷെഡ് ഞങ്ങൾ കിട്ടിക്കോളാം. ഷെഡ് ഞങ്ങളുടെ കിട്ടിക്കോളാം. ആ സ്ഥലം കൂടെ എടുത്ത് ഷെഡ് കിട്ടുവാണെങ്കിൽ ഞങ്ങൾ ഷെഡ് കിട്ടിക്കോളാം. നിലവിലിരിക്കുന്ന രാഘവന്റെ പെങ്ങൾ സ്ഥലം ഇതിനോട് ചേർന്ന് നിൽക്കുന്ന രാഘവന്റെ പെങ്ങൾ സ്ഥലം പെങ്ങന്മാരുടെ സ്ഥലം ഇതിനോട് ചേർന്ന് 6 സെന്റ് 2-3 വസ്തു ഓക്കെ. അഭിപ്രായം പറഞ്ഞു